ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനമേൽക്കേണ്ടി വന്നു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയുടെ വിമർശനമുണ്ടായത്. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത്, അധികൃതർക്ക് സാമാന്യ ബുദ്ധി പോലുമില്ലേയെന്നും കോടതി ചോദിച്ചു. കോടതി ഉത്തരവിന് പകരം ചില ആളുകളുടെ ഈഗോ അകരുത നടപ്പാക്കേണ്ടത്. കോടതി നിർദ്ദേശമാണ് നടപ്പാക്കേണ്ടത്. വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഓഫീസറോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ട കോടതി സത്യവാങ്മൂലം തൃപ്തികരമല്ലെങ്കിൽ ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും വ്യക്തമാക്കി. ആഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പിൽ ആനകൾ തമ്മിലുള്ള ദൂരം 3 മീറ്ററും ആനകളും കാണികളും തമ്മിലുള്ള ദൂരം 8 മീറ്ററും വേണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിമർശനാത്മകമായിട്ടുള്ള പരാമർശങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിധികളും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇനി ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് ഉത്സവകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലമായതുകൊണ്ട് തന്നെ ഈ വാർത്തകൾക്ക് തുടർച്ചയും ഉണ്ടാവും. കാത്തിരിക്കുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ടത് പൂജ ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത ടിക്കറ്റിനാണ്. ആ ടിക്കറ്റിൻ്റെ ഉടമയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ മാധ്യമപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജയകുമാർ ലോട്ടറി സെന്ററിൽ വിറ്റ JC 3250